സ്വിഗ്ഗിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്താൻ വേണ്ടി പോവാണ് ഈ കടലിലേക്ക്. ബ്രോ, ഞാനിവിടെ കടലിൽ ഒരു മേശ ഇട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നമ്മളെല്ലാവരും വിശക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കലുണ്ട്. പക്ഷെ നിങ്ങൾ വീട്ടിലല്ല ഏതെങ്കിലും കാട്ടുമുക്കിലുണ്ടാവുമ്പോൾ വിശന്ന് വിചാരിക്കും, വിൽ ദീസ് ഗൈസ് ഡെലിവർ ഫുഡ് ടു യു? അതാണ് നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്ന് 4 യൂണീക് പ്ലേസസിലേക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് KFC. നമ്മളങ്ങനെ KFCന്റെ തൊട്ട് മുന്നിലാണുള്ളത്. നമ്മൾ ഇവിടെ നിന്നിട്ട് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്ക് നോക്കാം അവര് ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവരും. ഈ ഒരു വീഡിയോയിലെ ഏറ്റവും ഈസി ലെവലാണ് ഗൈസ് ഇത്. ഇതിനു ശേഷമുള്ള ഓരോ ഡെലിവറിക്കും നമ്മൾ ലെവൽ അപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് സ്വിഗ്ഗി വിൽ ഹാവ് ടു ഫേസ് സം ഒബ്സ്റ്റക്കിൾസ് ടു കംപ്ലീറ്റ് ദ ഡെലിവറി. ഈ ഒരു ഈസി ലെവലിൽ നമ്മൾ KFCന്റെ തൊട്ട് ഓപ്പോസിറ്റ് നിന്ന് ഓർഡർ ചെയ്യുന്നതിന് ഒരു കാരണമുണ്ട്. There might be a chance where Swiggy thinks this is a fake delivery. അങ്ങനെ വിചാരിച്ചിട്ട് അവര് നമുക്ക് ഇനി ഡെലിവറി തരാണ്ടിരിക്കുമെന്ന് അറിയേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഈസി ലെവൽ ചെയ്യുന്നത്. സോ നമ്മൾ സ്വിഗ്ഗി കയറിയിട്ട് KFCന്റെ തൊട്ട് മുന്നിൽ ഇരുന്നിട്ട് KFC തന്നെ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത്, മിക്കവാറും ഇത് ഫേക്ക് ഓർഡർ ആയിട്ട് അവര് തള്ളിക്കളയാനാണ് കൂടുതൽ ചാൻസ്. ഇത് കൊണ്ടുവരുന്ന എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ വി പ്ലേസ്ഡ് ദി ഓർഡർ. നമ്മളങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 14 മിനിറ്റിൽ സാധനം വരുന്നതല്ലേ ചങ്ങയില് വരുന്ന നമുക്ക് കാണാം. ഇതിന്റെ മുന്നേ കൂട്ടിയാ പോവാ. ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാല് ഓർഡർ ആരും എടുക്കൂല, ഇതൊരു ഫേക്ക് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ട് ഓരെന്നെ എടുക്കാണ്ട് നിൽക്കുന്നതാണ്. എന്തോ ഭാഗ്യം അത് എടുത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കാത്തിരിക്കേണ്ട സമയമാണ്. നമ്മളങ്ങനെ ആ ഒരു KFCന്റെ മുന്നിൽ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് കൊണ്ടുവരാനുള്ള ബ്രോനി കാത്തിരി കുറച്ചു നേരം അവിടെ ഇങ്ങനെ നിന്ന്. അതിന്റെ ഇടയ്ക്ക് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മൾ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മളെ അടുത്ത് വന്ന് സംസാരിച്ച്. ആൻഡ് ഗൈസ്, ഇതേപോലെ നിങ്ങളെല്ലാം വന്ന് സംസാരിക്കുമ്പം ഇറ്റ് റിയലി മീൻസ് അ ലോട്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് നിങ്ങൾ ഇതേപോലെ തന്നെ കാണാൻ കം ആൻഡ് ടോക്ക് ഗൈസ്. പറ്റുമെങ്കിൽ നിങ്ങളെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മളെ സബ്സ്ക്രൈബർ ചങ്ങായെല്ലാം പോയിട്ടും കുറച്ചു നേരം നമ്മൾ അവിടെ നിന്ന് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഫുഡ് കൊണ്ടുവരുന്ന ബ്രോനെ കാണാതപ്പോ ഞാൻ ലേശം ഒന്ന് പേടിച്ച്. അന്നേരമാണ് നമ്മൾ കാണുന്നത് ഒരു ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ട് ഒരു ബ്രോ KFCയിലേക്ക് കയറി പോകുന്നത്. KFCന്ന് പുറത്തിറങ്ങിയിട്ട് ചങ്ങായി എന്നെ വിളിക്കുന്നു വിചാരിച്ചാണ് ഞാൻ നിന്ന്. പക്ഷെ ഡെലിവറി കൊടുക്കേണ്ട സ്ഥലം കണ്ടിട്ട് ചങ്ങായി ഫുള്ള് കൺഫ്യൂസ്ഡ് ആയി തോന്നുന്നു. ഇടക്കിടക്ക് തലമൊന്നിച്ചിട്ട് മേലെ നോക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് എന്നെ കണ്ടത് ചങ്ങായി. ഒരു യൂട്യൂബ് വീഡിയോ ചെയ്ത അപ്പൊ നമ്മള് ഇങ്ങനെ ഓർഡർ ചെയ്താൽ കൊണ്ടുത്തരാൻ നോക്കുക. ബ്രോക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു ഗൈസ്. ഹി വാസ് സോ കൂൾ. സോ നിങ്ങൾ എല്ലാവരും ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ വേണ്ടി പറ്റും. സോ വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ? ഹിറ്റ് ദി സബ്സ്ക്രൈബ് ബട്ടൺ ഗൈസ്. സാധനം കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഈസി ലെവൽ നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് അടിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ ഈസി ലെവലിൽ സ്വിഗ്ഗി ഈസി ആയിട്ട് ക്ലിയർ ചെയ്ത്, ബട്ട് ഇംപോസിബിൾ ലെവൽ ഉൾപ്പെടെ we still have 3 more levels and the next one is tougher than this. So guys, നമ്മൾ അങ്ങനെ ഇപ്പൊ പാർക്കിൽ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ വന്നിട്ട് എന്തിനാ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ എൻട്രൻസ് ആയിട്ട് 20 റുപ്യ ഉണ്ട്. സോ നമ്മൾ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ 20 റുപ്യ കൊടുത്തിട്ട് ആരെങ്കിലും ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഡെലിവറി ചെയ്യുമെന്ന് അറിയാനാണ്. നല്ല വെയിലല്ലേ, ഒരു ലൈം ജ്യൂസ് ആയിട്ട് ഓർഡർ ചെയ്യാം. സോ ഗൈസ്, നമ്മളങ്ങനെ ലൈം ജ്യൂസ് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. 10-15 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ് ഇതിൽ കാണിക്കുന്നത്. എപ്പോൾ എത്തിയാലും നമുക്ക് പ്രശ്നമല്ല. എനിക്ക് ലൈം വേണം, അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടുവരാൻ വേണം. നമ്മളങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റിനുള്ളിൽ സാധനം എത്തുന്നതായിരിക്കും. ആൻഡ് ഐ വിൽ ബി ഹിയർ ഗൈസ്. വെയിൽ കൊള്ളണമെന്നേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, ലൈം ജ്യൂസ് വന്ന് വേണമല്ലോ. കുറെ നേരം അവിടെ ഇരുന്ന് വെയിലുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെല്ലോ കരിയുന്ന മണം വന്നപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അവസാനം കടലിലെ കാറ്റും കൊണ്ട് തണലത്ത് ഞാൻ ലൈമും കാത്തിരുന്ന്. കുറച്ചധികം നേരം അവിടെ നിന്നപ്പോഴാണ് നമുക്ക് സ്വിഗ്ഗിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. ചങ്ങായിയുടെ എത്തിന്നിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇതിന്റെ ഉള്ളിൽ വരൂലോളി, പുറത്താരെയും കാണുന്നില്ല. പൈസ പോയാ എനിക്ക് ലൈവ് കിട്ടൂല. ഇനി പൈസ പോയാ പടച്ചോനെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മളെ ലൈവ് കൊണ്ടുവരുന്നതായിട്ട് നമ്മളെ ഫോൺ ചെയ്തത്. ഹലോ നിങ്ങൾ എവിടെയുള്ള? So boys, now it's time to ask him the hard question. ഉള്ളിൽ വരാൻ പറ്റുമോ? ആ ഏട്ടൻ ഉള്ളോട്ടേക്ക് വരാൻ അത്ര വലിയ താല്പര്യമില്ലാന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അധികം നിർബന്ധിക്കാണ്ടുന്നത്. നമ്മളെ മീഡിയം ലെവലിൽ തന്നെ സ്വിഗ്ഗി ഫെയിൽ ആയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈം വാങ്ങാൻ വേണ്ടി നടന്നു പോയത്. ബട്ട് നമ്മൾ ലൈം കൊണ്ടുവരുന്ന ഏട്ടൻ പുറത്തല്ലായിരുന്നു ഗൈസ്. He was inside the park. ടിക്കറ്റ് എടുത്തില്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചങ്ങായി എൻട്രൻസ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കിത് നമ്മൾ നിന്നെടുത്ത് കൊണ്ടെത്താൻ നിൽക്കില്ല, പക്ഷെ ചങ്ങായി ഇത് ഉള്ളിലേക്ക് തന്നെയാണ് നമ്മൾ ഡെലിവറി ആയിട്ടുള്ളത്. സോ സക്സസ്. യെസ്, നമുക്ക് സാധനം പിടിക്കാം. ഞാൻ ഇത് കുടിച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്കും നിങ്ങൾ അടുത്ത സ്ഥലത്ത് പോകും. മീഡിയം ലെവലിൽ സ്വിഗ്ഗി അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ട്. Now it's time for the hard level. And guys, this one is serious.
ഗൈസ് ഞാൻ കുറെ റീലെല്ലാം കണ്ടിന് ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്ത് വരുന്നത്. അതുള്ളിയായിരിക്കും, കാരണം അതുകൊണ്ടാണല്ലോ വന്നത്. നമുക്കിപ്പോ തൽക്കാലം ട്രെയിൻ ഒന്നും ഇല്ല, ഞാൻ റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത്. ഇവിടെ നിന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്താല് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വിഗ്ഗി ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് നോക്കുന്നത്. പാർക്കിൽ ടിക്കറ്റ് എടുക്കാണ്ട് കയറി കഴിഞ്ഞാൽ വലിയ സീനൊന്നും ഇല്ല. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ബി ഫൈൻഡ്. നമുക്കാർക്ക് ഫൈൻ വാങ്ങി കൊടുക്കണമെന്നൊന്നുമില്ല, നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇത്തവണ ഞാൻ ഓർഡർ ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് നമ്മളെ ക്യാമറമാൻ ജെർസനോട് ചോദിക്കാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല. ഇപ്പോ ഐസ്ക്രീം കുടിക്കാന്നോ? ഐസ്ക്രീം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഐസ്ക്രീം തന്നെ കുടിക്കണ്ടേ? സോ നമ്മൾ സ്വിഗ്ഗി കയറിയിട്ട് ഒരു ഐസ്ക്രീം പറഞ്ഞ് ഒരു സിംഗിൾ സ്കൂപ്പ് സാധനത്തിന് 100 ഉറുപ്പിലാണ് അതിൽ കാണിക്കുന്നത്. നമ്മൾ ഭയങ്കര വലിയൊരു സംഭവമാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരം പൈസ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഓർഡർ ചെയ്തു. 15 മിനിറ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നേരം അവിടെ വെയിറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രെയിൻ വരെ വന്നു പോയി. എന്നിട്ടും നമ്മൾ ഐസ്ക്രീം കാണാണ്ടായപ്പോ ടിക്കറ്റ് എടുക്കാണ്ട് പ്ലാറ്റ്ഫോമിൽ കയറി ചങ്ങനെ പോലീസ് പിടിച്ചോന്ന് വരെ ഞാൻ വിചാരിച്ചു. പക്ഷെ പിടിച്ചിട്ടില്ല ബോയ്സ്, ആരും പേടിക്കണ്ട. നമ്മളെ ഫോൺ വിളിച്ചു. ഗുജറി അല്ല, മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലാണുള്ളത്. ഒന്ന് ഉള്ളിലോട്ട് വരാൻ പറ്റോ? നമ്മളൊരു സ്ഥലത്തേക്ക് പോവാൻ നിൽക്കുന്നതിന്. സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് ആർ ഓസം മാൻ. അവർക്ക് എവിടെയായാലും ഒരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമുക്ക് സ്വിഗ്ഗിനെ തോപ്പിക്കാൻ വേണ്ടി പറ്റുന്നു. അവര് എല്ലാ ഓബ്സ്റ്റക്കിളും മറികടക്കുകയാണ്. ഫോൺ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പാട് തന്നെ നമ്മൾ ഐസ്ക്രീം കൊണ്ട് ചങ്ങായി വന്നു. ഈ ഒരു ഹാർഡ് ലെവലും അവര് ക്ലിയർ ചെയ്തു. നമ്മളെ ജെർസന്റെ ഐസ്ക്രീം അങ്ങനെ വന്നിട്ടുണ്ട്. 97 ഉറുപ്പിക കൊടുത്തിട്ട് കിട്ടിയ സാധനമാണിത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. 3 ലെവൽ സ്വിഗ്ഗി ഓൾറെഡി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ദ ഇംപോസിബിൾ ലെവൽ. വി ആർ ഗോയിങ് ടു ദ സീ. ഫൈനലി കടലിൽ ഓർഡർ ചെയ്യാൻ വേണ്ടി പോകുന്നു. നിങ്ങൾക്കറിയാം നമുക്ക് നടുക്കടലൊന്നും ഇരിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ട് കുറച്ച് കടലിലേക്ക് കയറി ഇരിക്കുന്നേ ഉള്ളൂ. ലെറ്റ്സ് ഗോ ആൻഡ് ഓർഡർ ബർഗർ ഔട്ട്സൈഡ്. കറന്റ് ലൊക്കേഷൻ ആണ് കൊടുത്തത്. ബീച്ചിന് നടുക്കാണ് ഇത് കാണിക്കുന്നത്. ഇനി ഇവിടേക്ക് വരുമോ ഇല്ലയോ നമുക്കറിയില്ല. സ്വിഗ്ഗിയിലാക്കി 2 ചാലഞ്ച് ഉണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ട്. ഒന്ന് ബീച്ചിനുള്ളിൽ കയറണമെങ്കിൽ എൻട്രി ഫീ ഉണ്ട്. അതില്ലാണ്ട് അവർക്ക് മുന്നോട്ടേക്ക് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് കടന്നു വന്നു കഴിഞ്ഞാൽ ചോദിക്കും കേട്ടോ നിങ്ങൾ കടലിലേക്ക് ഒന്ന് കൊണ്ടുതരുമെന്ന്. അങ്ങനെ അവർ യെസ് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ ചാലഞ്ച് ഇവിടെ സ്റ്റോപ്പ് ചെയ്തായിരിക്കും. അവരെ വെച്ച് നമ്മൾ കടലിലേക്ക് ഇറങ്ങുന്നില്ല. നമ്മളങ്ങനെ ഓർഡർ കൺഫേം ചെയ്തിട്ട് 44 മിനിറ്റ് സാധനം ഇവിടെ എത്തുന്നതാണ് പറയുന്നത്. അതുവരെ ഞാൻ എടുത്തിരിക്കുന്നതായിരിക്കും. ആ പൊരിയുന്ന വെയിലത്ത് ബർഗർ വിരുന്ന് കാത്ത് മേശയൊക്കെ ഇട്ട് കടലിലിരിക്കുന്ന എനിക്ക് ഒരു തുള്ളി ഹോപ്പ് പോലും ഇല്ല കടലിലേക്ക് ഫുഡ് ഡെലിവറി കൊണ്ടുവരുന്നത്. ബട്ട് സ്റ്റിൽ ഐ സാറ്റ് ദേർ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം വി ഗോട്ട് ദ ഫോൺ കോൾ. ബ്രോ, നിങ്ങൾ വരുമ്പില്ലേ? ഞാനിവിടെ കടലിൽ ഒരു മേശ ഇട്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ആദ്യം ഞാൻ പറഞ്ഞപ്പോ ചങ്ങായിക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് പിന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ഞാനില്ലേ കടലിൽ ഒരു മേശ ഇട്ടിട്ടിരിക്കുന്നേ. അന്നേരം ചങ്ങായി പറഞ്ഞേ മൂപ്പർ ഒരു പാഷൻ പ്രോയില് വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 100% ഉറപ്പാണ് ഗൈസ്, ചങ്ങായി നമുക്ക് എന്തായാലും കടലിലോട്ട് ഫുഡ് കൊണ്ടുവന്ന് തരുമൊന്നുമില്ല. പക്ഷെ നമ്മള് ചങ്ങായി ബൈക്ക് എടുത്തിട്ട് നേരെ നമ്മളെടുത്ത് എത്തിയപ്പോ തന്നെ ഞാനൊന്ന് പറയാണ്ട് തന്നെ കടലിലേക്ക് വണ്ടി ഇറക്കി നമ്മളിരിക്കുന്ന അവിടത്തേക്ക് ഫുഡ് കൊണ്ട് തന്നു ഗൈസ്. ഞാൻ യൂട്യൂബർ ആട്ടാ, വീഡിയോ ചെയ്യുന്നതിന്. ആരെങ്കിലും ഇങ്ങനെ ഓർഡർ ചെയ്തിനാ കടലിൽ ഇരുന്നിട്ട്? ഇല്ല. വീഡിയോ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടാ? ഹെൽമെറ്റ് ഊരിക്കോ, വീഡിയോ കാണിക്കാലോ. പേരെന്താ? ആകാശ്. ഹായ് പറഞ്ഞത് അല്ല പോലെ ഒരു സംഭവമുണ്ട്. നമുക്ക് ഇവിടേക്ക് ഫുഡ് കൊണ്ട് തന്നതിന് നമ്മളെ ചങ്ങായിക്ക് നമ്മളൊരു കുഞ്ഞു റിവാർഡ് കൊടുക്കുകയാണ് ഗൈസ്. ബ്രോ ഓക്കെ, താങ്ക് യു വെരി മച്ച് ഗൈസ്. നമ്മളെ ബ്രോ നമുക്ക് ചിക്കൻ ബർഗർ അട്ടിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല കൊണ്ടുതരുന്നത്. നമ്മൾ ഇമ്പോസിബിൾ ലെവൽ ഉൾപ്പെടെ 4 ലെവലും ഇന്ന് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ഒന്നുപോലും സക്സസ്ഫുൾ ആവും ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു ഫോർ എവ്രിവൺ ഹു പ്രൊവൈഡഡ് ഫുഡ്. യു ഗൈസ് ആർ ലെജൻഡ്സ് മാൻ. Go and watch the video guys. Subscribe.